മോർണിംഗ് ടാസ്കില് നോറയ്ക്കെതിരെയും ജിൻഡോയ്ക്കെതിരെയും ഒരു ഗെയിം കളിച്ചിരിക്കുകയാണ് നമ്മുടെ സിജോ. നോറയെ സിജോ വിളിച്ചത് കരച്ചിൽ റാണി എന്നാണ്. റോക്കിയുമായിട്ട് സിജോ തെറ്റാനുള്ള പല കാരണങ്ങളും, പിന്നെ സിജോ പുറത്തു പോയപ്പോ നോറ പറഞ്ഞ കുറെ തോന്നിയാസങ്ങളും, അങ്ങനെ നോറയുടെ ജാതകവും ഭൂമിശാസ്ത്രവും അടക്കം എല്ലാം സിജോ എടുത്ത് പുറത്തിട്ട് അത് തേച്ചൊട്ടിക്കുന്നുണ്ട് നോറേനെ മൊത്തത്തില്. നോറയുടെ ഫേസ് കാണണമായിരുന്നു, മൊത്തത്തിൽ പോയിരിക്കുകയാണ്. സിജോ ചേട്ടൻ വരട്ടെ, ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കാം എന്നൊരു ചെറിയ ഡയലോഗ് നോറ അടിച്ചത് വരെ സിജോ ഇവിടെ എടുത്തിടുന്നുണ്ട് ഈ ഒരു മോർണിംഗ് ടാസ്കില്. പൊളിച്ചു മൊത്തം ഇങ്ങനെയുള്ള കളിയൊക്കെ കളിക്കും. ഇത് ഇങ്ങനെയുള്ള ഈ ഗെയിമാണ് നമ്മൾ സിജോയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രേക്ഷകർ പറയാൻ ആഗ്രഹിക്കുന്നത് പറയാം, ഓരോരുത്തരുടെ മുഖത്ത് നോക്കി പറയാം. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ സപ്പോർട്ട് സിജോയ്ക്ക് കിട്ടും. പിന്നെ സിജോ ജിൻഡോയെ കണ്ടന്റ് മേക്കർ എന്ന് വിളിക്കുന്നുണ്ട്. ആ പറഞ്ഞതൊക്കെ ജിൻഡോ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്തിട്ടുണ്ടാകത്തുള്ളൂ. അതിലും കൂടിയ ഐറ്റംസ് വേറുള്ളവർ പറഞ്ഞിട്ടുണ്ട്. എന്റെ പിള്ളേര് അവന്റെ കാര്യം നോക്കിയോളൂ എന്ന് ജിൻഡോ സിജോയെ കുറിച്ച് എപ്പോഴോ പറഞ്ഞതൊക്കെ സിജോ എടുത്തിടുന്നുണ്ട്. മോശം പറയരുതല്ലോ. കാട്ടുതീ അണ്ണന്റെ ഒരു ചെറിയ തീപ്പൊരി എനിക്ക് കാണാൻ സാധിച്ചു എവിടെയൊക്കെയോ. പിന്നെ ഗബ്രി മോർണിംഗ് ടാസ്കിൽ വന്നിട്ട് നല്ല ഒന്നാന്തരമായിട്ട് വെറുപ്പിച്ചിട്ട് പോയി. ജിൻഡോയെ ചാണാപ്പുളി എന്ന് വിളിക്കുന്നുണ്ട്. ചാണകത്തിനുള്ള ഗുണം പോലും ജിൻഡോയ്ക്ക് ഇല്ല എന്ന രീതിയിലാണ് ഗബ്രി സംസാരിച്ചത്. അറിയാലോ, ഹേറ്റ് പബ്ലിസിറ്റി ആണ് ഗബ്രിയുടെ ഉദ്ദേശം. അതുകൊണ്ട് ഗബ്രി അനാവശ്യമായിട്ട് ഹേറ്റ് ചെയ്ത് നമ്മളായിട്ട് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നില്ല. വെൽ പ്ലേഡ് ഗബ്രി, അത്രേ പറയുന്നുള്ളൂ. ആരാണ് ചാണകം എന്ന് പ്രേക്ഷകർ കാണുന്നുണ്ട്. പിന്നെ എല്ലാവരും ആളാം പ്രതി ടാർഗറ്റ് ചെയ്ത് ഓരോ ഇരട്ടപ്പേര് വീതമെങ്കിലും ഇട്ടുകൊടുത്തത് നമ്മുടെ ജിൻഡോയ്ക്കാണ്. അഴകിയ രാവണൻ എന്ന് ശ്രീരേഖ വിളിക്കുന്നുണ്ട്. ഒരു ജയിലിൽ പോയി വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ജിൻഡോ മാറിയതായിട്ടൊക്കെ പറയുന്നുണ്ട്. 10 തലയൊന്നുമല്ല, 38 തലയുണ്ട് എന്ന് പറയുന്നു. പിന്നെ ഇരട്ടത്തലയച്ചൻ എന്ന് അപ്സര വിളിക്കുന്നുണ്ട്. മറ്റേ കൂടിയ വിഷമുള്ള പാമ്പാണ് എന്ന് പറയുന്നുണ്ട് അപ്സര ജിൻഡോയെ കുറിച്ച്. വേസ്റ്റ് മല എന്ന് അർജുൻ വിളിക്കുന്നുണ്ട് ജിൻഡോയെ. ആകാശം മുട്ടി നിൽക്കുന്ന മലയാണ്, പക്ഷെ അതിലൊന്നുമില്ല, വേസ്റ്റും ചപ്പും ചവറും മാത്രമേ ഉള്ളൂ എന്ന് അർജുൻ പറയുന്നു. ജിൻഡോയെ ട്രിഗർ ആക്കി റിയാക്ട് ചെയ്യിപ്പിക്കുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം. പുറത്താക്കുക എന്നതാണ് ലക്ഷ്യം. പ്രത്യേകിച്ച് ഗബ്രിയുടെയും അർജുന്റെയും സിജോയുടെയും ഒക്കെ അത് ഒത്തില്ല കേട്ടോ. പുള്ളി ഇപ്പം വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത് അവിടെ. സിജോ പലതും പറഞ്ഞ് പൊളിക്കാൻ നോക്കി, ഗബ്രിയും അർജുനും ഒക്കെ പൊളിക്കാൻ നോക്കി. ടാസ്ക് ലെറ്ററിൽ എഴുതിയതും എഴുതാത്തതും എല്ലാം പറഞ്ഞ് ട്രിഗർ ചെയ്യാൻ നോക്കി, പക്ഷെ ഒന്നും ഏഷ്യയില്ല. സിജോ എന്നിട്ട് സൈഡിട്ട് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് നോറയിലേക്ക്. അതിനെക്കുറിച്ച് നോറ ഇപ്പൊ സംസാരിക്കുന്നുണ്ട് ലൈവില്. എന്നാ പിന്നെ നോറയെ പൊളിക്കാൻ എന്നൊരു തോട്ടില് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ജിൻഡോ ഇപ്പൊ ഒരു ഈസി ടാർഗറ്റേ അല്ല. മോർണിംഗ് ടാസ്കിൽ വളഞ്ഞിട്ട് 2 ഇരട്ടപ്പേര് ഇട്ട് കൊടുത്താലൊന്നും ട്രിഗർ ആവുന്ന ഒരാളെ അല്ല ഇപ്പൊ. ഒരു 3 ആഴ്ച മുമ്പുള്ള ഒരു ജിൻഡോ ആയിരുന്നുവെങ്കിൽ റിയാക്ട് ചെയ്തേനെ. പക്ഷെ ഇപ്പോൾ ഉള്ളത് ഒരു ഉരുക്ക് മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പുള്ളിയെ ഉരുക്ക് മനുഷ്യൻ എന്ന് തന്നെ വിളിക്കും. കാരണം കുലുങ്ങുന്നില്ല. എത്ര പേര് എന്തൊക്കെ പറഞ്ഞിട്ടും കുലുങ്ങുന്നില്ല. ഇത്രയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ ചാണകം എന്നിവരെ കേട്ടിട്ട് മിണ്ടാതെ നിന്നു. അതിനും കൊടുക്കണം ഒരു പീസ് പ്രൈസ്. അതാണ് ജിൻഡോ. ജിൻഡോയുടെ അവിടെ ഓരോ ദിവസവും വളരെ കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം പുള്ളി ഇനി റിയാക്ട് ചെയ്യുമോ എന്ന്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും